ഹായ് മക്കളെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നിങ്ങളിപ്പോൾ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ആണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് നിങ്ങളിപ്പോൾ ചിലപ്പോൾ എല്ലാം പഠിച്ച് കഴിഞ്ഞവരാവാം, അല്ലെങ്കിൽ ഒന്നും പഠിക്കാത്ത ആളാവാം. അപ്പോൾ എന്തുതന്നെ ആയിക്കഴിഞ്ഞാലും നിങ്ങളിപ്പോൾ എല്ലാം പഠിച്ചു കഴിഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ പറയുന്ന ടോപ്പിക്സ് പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതേപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ഒന്നും പഠിക്കാത്ത കുട്ടിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എക്സാമിന് പോകുന്നതിന് മുന്നേ ഈ വീഡിയോയിൽ പറയുന്ന ടോപ്പിക്സ് എങ്കിലും പഠിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് നിങ്ങൾ എക്സാമിന് ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് സാധാരണയായിട്ട് എക്സാമിനൊക്കെ ചോദിക്കുന്നതുണ്ട്. പക്ഷെ ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് അത്രയും സെലക്റ്റീവ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് റിക്വസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊക്കെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ റിവ്യൂ ഓഫ് C++, ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജും കൂടെ ഞാൻ ബ്രാക്കറ്റിൽ കൊടുക്കുന്നുണ്ട്. റിവ്യൂ ഓഫ് C++ൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന 4 ടോപ്പിക്സ് ആണ്. ഇവിടുന്ന് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മളോട് ബ്രേക്കിൻ്റെയും കണ്ടിന്യൂവിൻ്റെയും ഡിഫറൻസ് ചോദിക്കാം. ഇത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ആർക്കും പഠിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് ബ്രേക്ക് സാധാരണ നമ്മൾ സ്വിച്ചിലും ലൂപ്പിലും ഉപയോഗിക്കും, കണ്ടിന്യൂ ലൂപ്പിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ലൂപ്പിൻ്റെ പുറത്തേക്ക് വരും, അതായത് ബാക്കിയുള്ള ടെർമിനേറ്റ് ചെയ്യുന്നുള്ളതാണ് കാര്യം. എന്നാൽ കണ്ടിന്യൂ എന്ന് പറയുന്നത് ലൂപ്പ് ഒരിക്കലും ടെർമിനേറ്റ് ചെയ്യൂല, നേരെ നെക്സ്റ്റ് ഐട്രേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഈ 2 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 2-3 മാർക്ക് കിട്ടും. സാധാരണ ഇത് അധികവും ഈ ക്വസ്റ്റ്യൻ 2 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ഏറ്റവും മിനിമം ഈ 2 പോയിന്റ്സ് എങ്കിലും നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞ ആളാണെന്നുണ്ടെങ്കിലും ഒന്നും പഠിക്കാത്ത ആളാണെന്നുണ്ടെങ്കിലും ഈ കാര്യം നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് LC ഫ്ലാഡറിൻ്റെയും സ്വിച്ചിൻ്റെയും ഡിഫറൻസ് ആണ്. അപ്പോൾ ഇത് ഡയറക്റ്റ് തിയറി ആയിട്ട് ചോദിക്കാം, രണ്ടും കമ്പയർ ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ നിങ്ങളൊരു 4 പോയിന്റ്സ് ഉണ്ട്, അത് പഠിച്ചു വെക്കുക. രണ്ടും മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്ങിന് വേണ്ടിയിട്ടാണ്. സ്വിച്ചിന് നമുക്ക് ഇക്വാലിറ്റി ഓപ്പറേറ്ററിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ കണ്ടീഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ LC ഫ്ലാഡറിൽ അങ്ങനെ ഇക്വാലിറ്റി എന്ന് മാത്രമില്ല, ഏത് റിലേഷണൽ ഓപ്പറേറ്ററും ലോജിക്കൽ ഓപ്പറേറ്ററും ഒക്കെ ഉപയോഗിക്കാം. ആൻഡ് സ്വിച്ചിൽ നമ്മൾ കേസ് കോൺസ്റ്റന്റ് ആയിട്ട് കൊടുക്കൂലേ, കേസ് 1 2 3 എന്നെല്ലാം പറഞ്ഞ് കൊടുക്കാറില്ലേ. അപ്പോൾ കേസ് കോൺസ്റ്റന്റ് ആയിട്ട് ഇൻറ്റീജറും ക്യാരക്ടറും മാത്രമേ പറ്റുള്ളൂ. എന്നാൽ LC ഫ്ലാഡറിൽ ഏത് റേഞ്ച് ഓഫ് വാല്യൂസും കൊടുക്കാൻ പറ്റും, അതായത് ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റൻസ് വരെ കൊടുക്കാൻ പറ്റും. അതായത് സ്വിച്ചിൽ അത് പറ്റൂല, ഇൻറ്റീജറും ക്യാരക്ടറും മാത്രമേ പറ്റുള്ളൂ. എന്നാൽ LC ഫ്ലാഡറിൽ ഈവൻ ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ട് വരെ കണ്ടീഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, സ്വിച്ചിന്റെ പ്രത്യേകത, സ്വിച്ചിൽ നമ്മൾ ഒരു കൊടുക്കുന്ന കുറേ കേസുകളുണ്ട്, അതൊന്നുമായിട്ടും മാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നേരെ ഡീഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് ആണ് വർക്ക് ചെയ്യുക. ഓക്കെ, എന്നാൽ LC ഫ്ലാഡറിൽ വെൻ നോ എക്സ്പ്രഷൻ, ഒരു എക്സ്പ്രഷനും ട്രൂ ആയിട്ടില്ലെങ്കിൽ ഫൈനൽ എൽസ് ബ്ലോക്ക് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവുക. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഡയറക്റ്റ് എപ്പോഴും LC ഫ്ലാഡറിന്റെ സ്വിച്ചിനെ കമ്പാരിസൺ തിയറി തന്നെ ചോദിക്കാറില്ല. ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ഇതുപോലത്തെ ഒരു LC ഫ്ലാഡർ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിനെ സ്വിച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാനും എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് നോക്കിയേ, ഇഫ് പി കോഡ് C ആണെങ്കിൽ കമ്പ്യൂട്ടറിന് പ്രിന്റ് ചെയ്യും, LC പി കോഡ് ഈക്വൽ ടു M ആണെങ്കിൽ മൊബൈൽ ഫോണിന് പ്രിന്റ് ചെയ്യും, LC അതല്ല പി കോഡിന്റെ വാല്യൂ L ആണെങ്കിൽ ലാപ്ടോപ്പിന് പ്രിന്റ് ചെയ്യും. മേലെയുള്ളതൊന്നുമല്ല പി കോഡിന്റെ വാല്യൂ, അതായത് സിയും അല്ല എമ്മും അല്ല എല്ലും അല്ല എന്നുണ്ടെങ്കിൽ ഇൻവാലിഡ് കോഡ് പ്രിന്റ് ചെയ്യും. ഇങ്ങനെയുള്ള കേസിനെ എങ്ങനെയാണ് സ്വിച്ച് ആക്കി മാറ്റുക? യെസ്, ഇങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്തേണ്ടത്. സ്വിച്ച് പി കോഡിനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യണം അല്ലേ, എന്നിട്ട് അത് കേസുകളാക്കി കൊടുക്കുക അല്ലേ. ഇവിടെ കൊടുക്കുന്നത് പി കോഡ് C ആണോ പി കോഡ് M ആണോ എന്നൊക്കെ അല്ലേ നോക്കുന്നത്. അപ്പോൾ കേസ് ആദ്യം C കൊടുക്കുക, പിന്നെ കേസ് M കൊടുക്കുക, കേസ് L കൊടുക്കുക, പിന്നെ ഒരു ഡീഫോൾട്ടും കൊടുക്കുക അല്ലേ. അപ്പോൾ കേസ് C ആണെങ്കിൽ കമ്പ്യൂട്ടറിന് പ്രിന്റ് ചെയ്യുക. അതേപോലെ തന്നെ കേസ് എം ആണെങ്കിൽ മൊബൈൽ ഫോൺ എന്നല്ലേ പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ കേസ് C ആണെങ്കിൽ കമ്പ്യൂട്ടർ ആൻഡ് M ആണെങ്കിൽ മൊബൈൽ ഫോൺ അല്ലെ. കേസ് C ആണെങ്കിൽ കമ്പ്യൂട്ടർ, M ആണെങ്കിൽ മൊബൈൽ ഫോൺ, L ആണെങ്കിൽ ലാപ്ടോപ്പ്. ഇതൊന്നും അല്ലെങ്കിൽ ഇൻവാലിഡ് കോഡ്. അതിൻ്റെ ഒക്കെ ഇടയിൽ എന്തും കൂടെ കൊടുത്തേക്കുക, ബ്രേക്കും കൂടെ കൊടുത്തേക്കുക. ഈ രീതിയിലൊരു കൺവേർഷൻ ക്വസ്റ്റ്യൻസ് പലപ്പോഴും ചോദിക്കാറുണ്ട്.
ഒന്നുകിൽ ഇങ്ങനെ എൽ സി ലാഡർ തന്നിട്ട് സ്വിച്ച് ആക്കാനായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സ്വിച്ച് തന്നിട്ട് ഈ ഒരു എൽ സി ലാഡർ എഴുതാനായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യം ഈ ചാപ്റ്ററിന് ലൂപ്പിന്റെ കോമ്പണൻസ് എഴുതാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോ, ലൂപ്പിന് 4 കമ്പോണൻസ് ഉണ്ട്: ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ്, ലൂപ്പ് ബോഡി. പരീക്ഷയ്ക്ക് ചോദിക്കുക ഒന്നുകിൽ ഈ ഡയറക്റ്റ് ലൂപ്പിന്റെ കോമ്പണൻസ് എഴുതാനായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലത്തെ ലൂപ്പ് വന്നിട്ട് അതിൽ നിന്ന് ഇനീഷ്യലൈസേഷൻ ഏതാ, ടെസ്റ്റ് എക്സ്പ്രഷൻ ഏതാ, അതായത് ഇതിൽ നിന്ന് ലൂപ്പിന്റെ കോമ്പണൻസിനെ ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിക്കോ, ഈ ഒരു ലൂപ്പ് ആണെങ്കിൽ ഫോർ ലൂപ്പിൽ i = 0, അല്ലെ ഈ ഒരു സ്റ്റാർട്ടിങ് സെറ്റ് ചെയ്യുന്ന വാല്യൂനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്, അല്ലെ ഇതാണ് നമ്മൾ ഇനീഷ്യലൈസേഷൻ. ഇനി i <4 എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മളെ ടെസ്റ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. കണ്ടീഷൻ തെറ്റുന്നവരെ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. പിന്നെ i++ എന്ന് പറയുന്നത് കൊടുക്കുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് വിളിക്കുന്നത്, അപ്ഡേറ്റ് എക്സ്പ്രഷൻ എന്ന് വിളിക്കുന്നത്, അല്ലെ. ആൻഡ് അവസാനമായിട്ട് ഒന്നുമില്ല, ഈ ഓപ്പണിംഗ് ക്ലോസിംഗ് അതിന്റെ ഉള്ളിൽ എന്താണോ എഴുതുന്നത് ആ ഭാഗത്തിനെ ആയിരിക്കും നമ്മൾ എന്ത് വിളിക്കുക, ലൂപ്പിന്റെ ബോഡി എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഒരു ലൂപ്പ് തന്നാൽ അതിപ്പോൾ ഫോർ ലൂപ്പ് തന്നെ ആവണമെന്നില്ല, വൈൽ ലൂപ്പ് ആയാലും അതിന്റെ 4 കമ്പോണൻസിനെ നമുക്ക് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അവസാനമായിട്ട് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എൻട്രി കൺട്രോളിന്റെയും എക്സിറ്റ് കൺട്രോളിന്റെയും ഡിഫറൻസ് ആണ്. കറക്റ്റ് മനസ്സിലാക്കിക്കോ, എക്സാമ്പിൾ അടക്കം ചോദിച്ചിട്ടുണ്ട്. ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ആണ് എൻട്രി കൺട്രോൾ ലൂപ്പിന് എക്സാമ്പിൾ. അത് നമുക്കൊരു പോയിന്റ് ആയിട്ട് തന്നെ എഴുതി വെക്കാം. എൻട്രി കൺട്രോൾ ലൂപ്പ് അതുപോലെ തന്നെ എക്സിറ്റ് കൺട്രോൾ ലൂപ്പിന് എക്സാമ്പിൾ ഏതാ, ഡു വൈൽ ലൂപ്പാണ്. അതൊരു പോയിന്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കാം. പിന്നെ ഇതിന്റെ ഡിഫറൻസിൽ പറയുന്നത് എന്താ, എൻട്രി കൺട്രോളിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ അല്ലെ ബോഡി വർക്ക് ചെയ്യുന്നതിന്റെ ബിഫോർ, അതിന് മുന്നേ എന്ത് ചെയ്യും, ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും, എന്നിട്ടേ ബോഡി വർക്ക് ചെയ്യുള്ളൂ. എന്നാൽ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് അങ്ങനെയല്ല, ബോഡി വൺസ് എക്സിക്യൂട്ട് ചെയ്തതിന് ആഫ്റ്റർ ആണ്, അതിനുശേഷമാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇവിടെ, അല്ലെ, അതായത് എൻട്രി കൺട്രോൾ ലൂപ്പ് ഒരു പ്രാവശ്യമെങ്കിലും ഗ്യാരണ്ടി ഇല്ല, അല്ലെ, ഒരു പ്രാവശ്യമെങ്കിലും വർക്ക് ചെയ്യുമെന്ന്, എക്സിക്യൂട്ട് ചെയ്യുമെന്ന് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. എന്നാൽ എക്സിറ്റ് കൺട്രോൾ ലൂപ്പിൽ അത് ഗ്യാരണ്ടിയാണ്, അതായത് അറ്റ്ലീസ്റ്റ് വൺസ് ഒരു പ്രാവശ്യം എന്തായാലും വർക്ക് ചെയ്യും, കാരണം കണ്ടീഷൻ നോക്കാതെയാണ് ഫസ്റ്റ് ടൈം എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്, അല്ലെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. നിങ്ങൾ എത്ര തന്നെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ചാപ്റ്ററിന് ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. ഏറ്റവും കൂടുതൽ പ്രാവശ്യം പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഈ ഭാഗത്തു നിന്നാണ്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ വെയിറ്റേജ് ആണ് ബ്രാക്കറ്റിൽ കൊടുത്തത്. ഇതിൽ ഈ ടോപ്പിക്സ് ഒക്കെയാണ്, ഈ പറയുന്ന ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ, ഫസ്റ്റ് നോക്കിയോ, അറേ എന്താന്ന് ചോദിക്കും. അത് ഏതെങ്കിലും ഇൻറ്റീജർ അറേനൊക്കെ ഇനീഷ്യലൈസ് ചെയ്യാനൊക്കെയാണ് ചോദ്യം വരാറുള്ളത്. അപ്പോൾ എങ്ങനെയാ, അറേ എന്ന് പറയുന്നത് എന്താണ്, കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് എലമെന്റ്സ് ആണെന്ന് പഠിക്കുക. ഒരു കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിൽ ഒരു കോമൺ നെയിമിൽ സ്റ്റോർ ചെയ്യുന്നതാണ് അറേ. അറേനെ ഇനീഷ്യലൈസ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഒരു ഇൻറ്റീജർ അറേനെ 5 എലമെന്റ്സ് വെച്ച് ഇനീഷ്യലൈസ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഇൻറ്റീജർ അറേ ഉണ്ടാക്കുകയാണ്. ഇൻറ്റ് എക്സ് എന്ന് പറഞ്ഞ് 5 എലമെന്റ്സ് ആണ്, സോ സൈസ് 5 കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ഒരു 5 എലമെന്റ്സ് സ്റ്റോർ ചെയ്യുന്നതായിട്ട് കാണിക്കും. അത് ബ്രേസിന്റെ ഉള്ളിൽ ഇങ്ങനെ കൊടുത്തു വെച്ചാൽ ഇനീഷ്യലൈസേഷൻ ആയി. അറേ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിലേക്ക് ഇതുപോലെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നതാണ് ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. മറ്റൊരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ, ഇപ്രാവശ്യത്തെ മോഡൽ എക്സാമിന് നിങ്ങൾ കണ്ടതാണ് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ, 3 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള. ഇവർ ഒരു അറേയിങ് തരും, ഒരു സൈസുള്ള ഒരു അറേയിങ് തരും, അതിലേക്ക് കുറച്ച് വാല്യൂസും തരും. എന്നിട്ട് നമ്മളോട് ചോദിക്കും എന്റെ ടൂൽ എന്താണ്, സി ഔട്ട് എ ഓഫ് 3 എന്ന് കൊടുത്താൽ എന്താണ്, ഇങ്ങനെയൊക്കെ കൊടുത്താൽ എന്താ ആൻസർ. കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിക്കോ. ഇങ്ങനെ ഒരു അറേ തന്നാൽ 0-ലായിരിക്കും ഫസ്റ്റ് വാല്യൂ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ബാക്കി സെറ്റാണ്. അപ്പോൾ ബാക്കിയുള്ള ഇൻഡെക്സ് ഒക്കെ ഇങ്ങനെയാണ് വരിക, അല്ലേ, 0 1 2 3 4 ഇങ്ങനെയാണ് ഇൻഡെക്സ് വരിക. അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു ബോക്സ് ഒക്കെ ഇങ്ങനെ വരച്ച് വെച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ അവർ തന്ന വാല്യൂ 1 2 3 4 5 ഇങ്ങനെയായിരിക്കും സ്റ്റോർ ആവുക. അതായത് 0-ലായിരിക്കും ഫസ്റ്റ് വാല്യൂ, 0th ഇൻഡെക്സ്, അല്ലെ, നമ്മൾ അറേന്റെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന 0-ലാന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ സി ഔട്ട് എ ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്താ വരിക, എ ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്റെ സെക്കൻഡിൽ 3 ആണ്, അപ്പോൾ 3 ആണ് ആൻസർ. എ ഓഫ് 3 എന്ന് പറഞ്ഞാലോ, എന്റെ തേർഡിൽ എന്താ വാല്യൂ ഉള്ളത്, എന്റെ തേർഡ് ഇൻഡെക്സിൽ എന്താ വാല്യൂ ഉള്ളത്, തേർഡ് ഇൻഡെക്സിൽ 4 ആണ്, അപ്പോൾ 4. ഇനി എ ഓഫ് 2 ഇൻറ്റു എ ഓഫ് 3 എന്ന് പറഞ്ഞാൽ, എ ഓഫ് 2 എന്ന് പറഞ്ഞാൽ 3 ആണ്, ഇൻറ്റു എ ഓഫ് 3 എന്ന് പറഞ്ഞാൽ 4 ആണ്, അപ്പോൾ 3 × 4 12. ഇത് ഒരുപാട് പ്രാവശ്യം ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വാല്യൂസ് മാറും, പക്ഷെ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. മറ്റൊരു ചോദ്യം സ്ട്രിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്ട്രിങ് എന്താണെന്ന് ചോദിക്കാം. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് വിത്തിൻ ഡബിൾ കോഡ്സ് ആണ്. അതിന് 1-2 എക്സാമ്പിൾസ് നമുക്ക് എഴുതി വെക്കാം. പിന്നെ വേറെ ചോദ്യം ഇതാണ് ഇമ്പോർട്ടൻറ്റ്, വൈറ്റ് സ്പേസ് അടക്കം ഒരു സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിക്കാം. ഏതാണ് മക്കളെ, അത് ഗെറ്റ് എസ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. കാരണം സീന് വെച്ച് റീഡ് ചെയ്യുമ്പോൾ പ്രശ്നമുണ്ട്. സീന് വെച്ചിട്ട് നമുക്ക് സ്ട്രിങ് റീഡ് ചെയ്യുമ്പോൾ സ്പേസ് കണ്ടാൽ സ്റ്റോപ്പ് ചെയ്യുന്ന പ്രശ്നമുണ്ട്.
ഓക്കെ, അപ്പം അതിന് അതിന് പകരം ഉപയോഗിക്കുന്ന സ്പേസ് അടക്കം റീഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഗെറ്റസ്. വേറൊരു കാര്യം, ഗെറ്റസ് ഉപയോഗിക്കണമെങ്കിൽ ഏത് ഹെഡർ ഫയൽ വേണമെന്ന് ചോദിക്കും, അത് CSTDIO ആണ്. ഈ 3 കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അത് മാത്രമല്ല, ഇവർ ചോദിക്കുന്ന വേറൊരു ചോദ്യം, സീന് വെച്ചിട്ട് സ്ട്രിങ് റീഡ് ചെയ്യുന്നതും ഗെറ്റസ് ഉപയോഗിച്ച് സ്ട്രിങ് റീഡ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. സീന് വെച്ച് സ്ട്രിങ് റീഡ് ചെയ്യുമ്പോൾ വൈറ്റ് സ്പേസ് കാണുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. സീനിന് ഒരിക്കലും വൈറ്റ് സ്പേസ് റീഡ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഗെറ്റസിന് വൈറ്റ് സ്പേസ് അടക്കം റീഡ് ചെയ്യാം. പിന്നെ മറ്റൊരു വ്യത്യാസം, സീനിന് ഒരു ഓപ്പറേറ്ററാണ്, ഗെറ്റസ് ഒരു ഫംഗ്ഷനാണ്. ഇനി ഇവർ ഇവിടുന്ന് ഈ ഒരു സെക്ഷനിൽ ചോദിക്കുന്ന വേറൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, സീനിന് വെച്ചിട്ട് ഒരു സ്ട്രിങ് റീഡ് ചെയ്തു, ഗുഡ് മോർണിംഗ്, ഗുഡ് സ്പേസ് മോർണിംഗ് എന്നാണ് സ്ട്രിങ്. ഇങ്ങനെ ഒരു സ്ട്രിങ് റീഡ് ചെയ്തപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നൊക്കെ ചോദിക്കും. ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന സ്ട്രിങ് സീനിന് വെച്ച് റീഡ് ചെയ്താൽ ഗുഡ് എന്നേ കിട്ടുള്ളൂ. ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. പലതവണ ഇവർ സ്ട്രിങ് മാറ്റി ചോദിച്ചിട്ടുണ്ട്. ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്ന സ്ട്രിങ് റീഡ് ചെയ്തു, സീനിന് വെച്ചിട്ട് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്ന സ്ട്രിങ് ആണ് ഇൻപുട്ട് ആയിട്ട് കൊടുത്തത്, അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് എന്ത് എന്നൊക്കെ പലതവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഹാപ്പി ന്യൂ ഇയർ കൊടുത്താൽ ഹാപ്പിന്നേ കിട്ടുള്ളൂ, സീനിന് വെച്ച് റീഡ് ചെയ്താൽ ഹാപ്പിന്നേ കിട്ടുള്ളൂ. കാരണം സ്പേസ് കണ്ട സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ അല്ലേ? ഇതാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ 2 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, മോഡുലാർ പ്രോഗ്രാമിംഗ് എന്താണെന്ന് ചോദിക്കാം. അതായത് ഒരു വലിയ ലാർജ് പ്രോഗ്രാമിനെ ചെറിയ ചെറിയ സബ് പ്രോബ്ലംസ് ആക്കി മാറ്റിയിട്ട് സോൾവ് ചെയ്യുന്നതിനാണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഇതിന്റെ അഡ്വാൻറ്റേജ് ആണ്. 4 പോയിന്റ് പഠിച്ചു വെക്കുക, ഒരിക്കലും വേസ്റ്റ് ആവില്ല. പ്രോഗ്രാമിന്റെ സൈസ് കുറയും. ഒരു വലിയ പ്രോഗ്രാമിനെ ചെറിയ ചെറിയ പാർട്സ് ആക്കി സോൾവ് ചെയ്യുമ്പോൾ പ്രോഗ്രാമിന്റെ സൈസ് കുറയും, എറർ ഉണ്ടാവാനുള്ള ചാൻസ് കുറയും, പ്രോഗ്രാമിന്റെ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യും, റീയൂസബിലിറ്റി കൂടും. ഒരു ഭാഗത്തുള്ള സൊല്യൂഷൻ വേറെ ഭാഗത്ത് ഉപയോഗിക്കാൻ പറ്റും. അതാണ് മോഡുലാർ പ്രോഗ്രാമിംഗിന്റെ മെറിറ്റ്സ്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യം ഈ ചാപ്റ്ററിൽ വരുന്നത് കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസിന്റെ ഡിഫറൻസ് ആണ്. നമുക്ക് ഫംഗ്ഷനെ വിളിക്കാൻ 2 രീതി ഉണ്ടല്ലോ, കോൾ ബൈ വാല്യൂവും കോൾ ബൈ റെഫറൻസും. കോൾ ബൈ വാല്യൂ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ഫോർമൽ ആർഗ്യുമെന്റ്സ് ആയിട്ട് സാധാരണ ഓർഡിനറി വാരിയബിൾസ് ആണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ റഫറൻസ് വാരിയബിൾസ് ഉപയോഗിക്കുക. റഫറൻസ് വാരിയബിളിന് എന്താ കൊമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതായത് ആംപർസെന്റ് സിമ്പിൾ ഉണ്ടാവും റഫറൻസ് വാരിയബിളിന്റെ മുന്നേ. അതാണ് റഫറൻസ് വാരിയബിളിന്റെ പ്രത്യേകത കേട്ടോ. ആൻഡ് മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ ഫോർമൽ ആർഗ്യുമെന്റിൽ ചേഞ്ച് വരുത്തുന്നത് ഒരിക്കലും കോൾ ബൈ വാല്യൂ ആണെങ്കിൽ അത് ആക്ച്വൽ ആർഗ്യുമെന്റിൽ എഫക്ട് ചെയ്യൂല എന്നുള്ളതാണ്, മാറൊന്നുമില്ല. എന്നാൽ കോൾ ബൈ റെഫറൻസ് ആവുമ്പോൾ അങ്ങനെ ചേഞ്ച് ആവും, കാരണം റെഫറൻസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫോർമൽ ആർഗ്യുമെന്റ്സിൽ ചേഞ്ച് വരുന്നത് ആക്ച്വലും ചേഞ്ച് ആവും എന്നുള്ളതാണ്. പിന്നെ മെമ്മറിന്റെ കാര്യം പറയുകയാണെങ്കിൽ കോൾ ബൈ വാല്യൂവിൽ ഫോർമൽ ആർഗ്യുമെന്റിനും ആക്ച്വൽ ആർഗ്യുമെന്റിനും സെപ്പറേറ്റ് മെമ്മറി വേണം. എന്നാൽ ഇവിടെ കോൾ ബൈ റെഫറൻസിൽ രണ്ടിനും എന്ത് മതി, സെയിം മെമ്മറി ഷെയർ ചെയ്ത് ഉപയോഗിക്കുക ചെയ്യുക. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ കോൾ ബൈ റെഫറൻസിൽ ഫോർമലിൽ വാല്യൂ മാറ്റുമ്പോൾ ആക്ച്വല് മാറും, കാരണം രണ്ടും എന്താണ്, സെയിം മെമ്മറിയാണ് ഷെയർ ചെയ്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് മൂന്നാമത്തെ ചാപ്റ്ററിൽ ഉള്ളത്. പിന്നെ ഇവിടുന്ന് സ്ഥിരം ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ കുറേ ഫംഗ്ഷൻസ് പഠിക്കുന്നുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഹെഡർ ഫയൽസ് ആണ്. ഹെഡർ ഫയൽസ് നമ്മൾ ഒരു 5 കാറ്റഗറി ഓഫ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് പഠിക്കുന്നുണ്ട്. ഓരോന്നിന്റെ ഹെഡർ ഫയൽ അത് ഏതിൻ്റെയാ ചോദിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഇപ്രാവശ്യത്തെ മോഡൽ എക്സാമിന് 3 സാധനങ്ങളുടെ ഹെഡർ ഫയലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഹെഡർ ഫയൽ എന്തായാലും ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ ചോദിക്കും. ഓക്കെ, പിന്നെ 4ാമത്തെ ചാപ്റ്റർ വെബ് ടെക്നോളജി. വെബ് ടെക്നോളജിയിൽ ഇത്രയും ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നു നോക്കാം. സ്റ്റാറ്റിക്കിന്റെയും ഡയനാമിക്കിന്റെയും ഡിഫറൻസ്. 2 ടൈപ്പ് വെബ് പേജ് ഉണ്ട് അല്ലേ. സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ അതിന്റെ കണ്ടന്റ് ലേ ഔട്ട് ഒക്കെ ഫിക്സഡ് ആയിരിക്കും, എപ്പോഴും ഒരേപോലെ ഉണ്ടാവും. എന്നാൽ ഡയനാമിക് എന്ന് പറഞ്ഞാൽ മേ ചേഞ്ച് ഡ്യൂറിങ് റൺ ടൈം അല്ലെ, റൺ ചെയ്യുന്ന സമയത്ത് അതിന്റെ കണ്ടന്റ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യും. സ്റ്റാറ്റിക് വെബ് പേജിൽ ഒരിക്കലും ഡാറ്റാബേസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. എന്നാൽ ഡയനാമിക് വെബ് പേജ് എന്ന് പറയുന്നത് ഡാറ്റാബേസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഡയനാമിക് കണ്ടന്റുകൾ എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്യും എന്നുള്ളതാണ്. സ്റ്റാറ്റിക് വെബ് പേജ് ആർക്ക് വേണമെങ്കിലും ഡെവലപ്പ് ചെയ്യാം, ഈസിയാണ്. ജസ്റ്റ് HTML മാത്രം അറിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാറ്റിക് വെബ് പേജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എന്നാൽ ഡയനാമിക് വെബ് പേജ് അങ്ങനെ എളുപ്പത്തിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അതിന് പ്രോഗ്രാമിംഗ് സ്കില്ല് വേണം. അതായത് ഇപ്പം ഡയനാമിക് വെബ് പേജ് നമ്മൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ PHP പഠിക്കേണ്ടി വരും, ജാവാസ്ക്രിപ്റ്റ് പഠിക്കേണ്ടി വരും, CSS പഠിക്കേണ്ടി വരും. അങ്ങനെ കുറേ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ, അതായത് ഒരു പ്രോഗ്രാമിംഗ് സ്കില്ലുള്ള ആൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡയനാമിക് വെബ് പേജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 3 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഷുവർ ആയിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കാണ്, വെറുതെ പോക്കിക്കളയരുത്. അതുപോലെ തന്നെ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗിന്റെയും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗിന്റെയും ഡിഫറൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ക്ലയന്റിന്റെ ബ്രൗസർ ഉണ്ടാവില്ല, ബ്രൗസറിൽ വർക്ക് ചെയ്യുന്ന കോഡുകൾക്കാണ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുക. എന്നാൽ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുമ്പോൾ വെബ് സെർവറിൽ കോഡ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ആ റിസൾട്ട് ഉണ്ടാവില്ലേ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വെബ് പേജ് ഉണ്ടാവില്ലേ, അത് മാത്രമാണ് ക്ലയന്റ് ബ്രൗസറിലേക്ക് കിട്ടുന്നത്. അതാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്. ഓക്കെ, ഇത് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ ക്ലയന്റിൽ തന്നെ എന്തെങ്കിലും വാലിഡേഷൻസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇത് ഡാറ്റാബേസും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഡാറ്റാബേസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന്
വെബ് സെർവറിൽ നിന്ന് റിസൾട്ട് റിട്ടേൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് വേണമെങ്കിൽ യൂസേഴ്സിന് ബ്ലോക്ക് ചെയ്യാം. ഇതങ്ങനെ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ഒരിക്കലും ഒരു യൂസറിന് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അത് സെർവറിൽ നടക്കുന്ന ഒരു പരിപാടിയാണ്. അതൊരിക്കലും ഒരു യൂസറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് മാത്രം പഠിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടും. കാരണം പരീക്ഷയ്ക്ക് ഇവർ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുക ചിലപ്പോൾ. ഓക്കെ, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗിൽ ജാവാ സ്ക്രിപ്റ്റും VB സ്ക്രിപ്റ്റും വരുന്നുണ്ട്. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗിൽ PHPയും ASPയും JSPയും വരുന്നുണ്ട്. ഒരുപക്ഷെ ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം ചോദിക്കാം. അതുകൊണ്ടാണ് ഞാനിതിവിടെ കൊടുത്തത്. PHPയുടെ ഫുൾ ഫോം PHP ഹൈപ്പർ ടെക്സ്റ്റ് പ്രോസസർ, ASP ആക്റ്റീവ് സെർവർ പേജസ്, JSP ജാവ സെർവർ പേജസ്. അതായത് ഇവർ ചോദിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ലാംഗ്വേജ് തരും, ജാവാ സ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ്, PHP, ASP. എന്നിട്ട് ചോദിക്കും ഇതിൽ ഏതൊക്കെയാണ് ക്ലയൻറ്റ് സൈഡ്, ഏതൊക്കെയാണ് സെർവർ സൈഡ്. ഈ രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഡിഫറൻസ് 3 പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഏതൊക്കെയാണ് ലാംഗ്വേജസ് എന്നുള്ളതും പഠിച്ചു വെക്കുക. മറ്റൊരു ചോദ്യം ഇപ്രാവശ്യത്തെ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. കണ്ടെയ്നർ ടാഗും MT ടാഗും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എഗെയിൻ ഇത് റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മോഡലിന് ചോദിച്ചു എന്ന് കരുതി ഇത് വീണ്ടും ചോദിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ കണ്ടെയ്നർ ടാഗ് എന്ന് പറയുമ്പോൾ പഠിച്ചു വെച്ചാൽ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉണ്ടാവും. എക്സാമ്പിൾ എന്തെങ്കിലും 1-2 എക്സാമ്പിൾസ് എങ്കിലും നമുക്ക് എഴുതിയാൽ മതി ചോദിച്ചു കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ അറിയണം, കാരണം ഇവർ ചോദിക്കും കുറേ ടാഗുകൾ വന്നിട്ട് ചോദിക്കും ഇതിൽ ഏതൊക്കെയാണ് കണ്ടെയ്നർ, ഏതൊക്കെയാണ് MT അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, MT ഏതാന്ന് പഠിച്ചു വെച്ചാൽ മതി. BR, IMG, പിന്നെ HR, പിന്നെ വേറൊന്ന് വരുന്നത് ഫ്രെയിം എന്ന് പറയുന്ന ടാഗ്, അതുപോലെ തന്നെ ഇൻപുട്ട്. ഇതൊക്കെയാണ് നമ്മൾ ആകെ പഠിക്കുന്ന MT ടാഗുകൾ. ഇതല്ലാത്ത അധികം ടാഗുകൾ എന്തായിരിക്കും, ഇതല്ലാത്ത അധികം ടാഗുകളും കണ്ടെയ്നർ ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് പഠിച്ചു വെക്കുക. കാരണം കുറച്ച് ടാഗ് തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് കണ്ടെയ്നർ, ഏതൊക്കെയാണ് MT എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻ വരാം. അപ്പൊ MT ടാഗ് എന്ന് പറയുമ്പോൾ അതിന്റെ ഡെഫിനിഷൻ പഠിക്കുക, ഓപ്പണിംഗ് ടാഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, മറ്റൊരു ചോദ്യം ബോഡി ടാഗിന്റെ ആട്രിബ്യൂട്ട്സ്. നമ്മൾ കുറേ ടാഗിന്റെ ആട്രിബ്യൂട്ട്സ് പഠിക്കുന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ബോഡി ടാഗിന്റെ ആട്രിബ്യൂട്ട്സ് ആണ്. ബോഡി ടാഗിന്റെ ആട്രിബ്യൂട്ട്സിൽ വരുന്നത് ഇത്രയും ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതിന്റെ ജസ്റ്റ് എക്സ്പ്ലനേഷൻ കൂടെ പഠിച്ചു വെക്കുക. കാരണം ഇത് ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ എന്നൊക്കെ രീതിയിൽ എന്തിയിട്ടുണ്ട്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ വരിക, ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാനാണ് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ചെയ്താൽ, ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് സെറ്റ് ചെയ്യാനാണ് ബാക്ക്ഗ്രൗണ്ട് ഒരു എക്സാമ്പിൾ ചെയ്താൽ, ടെക്സ്റ്റിന്റെ കളർ സെറ്റ് ചെയ്യാനാണ് അതിനോട് എക്സാമ്പിൾ ചെയ്താൽ, ലെഫ്റ്റ് മാർജിൻ എന്ന് പറയുമ്പോൾ ലെഫ്റ്റിൽ മാർജിൻ കുറച്ച് സ്പേസ് വിടാനാണ്, ടോപ്പ് മാർജിൻ ആയിട്ട് കുറച്ച് സ്പേസ് വിടാനാണ് ടോപ്പ് മാർജിൻ. ഇത്രയും പഠിച്ചു വെക്കുക കേട്ടോ. അതേപോലെ തന്നെ അഞ്ചാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ലിസ്റ്റ് ഉണ്ടാക്കുന്ന കോഡാണ്. അതുപോലെ തന്നെ അല്ല, ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന്, എല്ലാം ചോദിക്കുന്നു ഞാൻ പറയുന്നില്ല, ഒന്നുകിൽ ലിസ്റ്റ് ഉണ്ടാക്കുന്ന കോഡ്, അല്ലെങ്കിൽ ടേബിൾ ഉണ്ടാക്കുന്ന കോഡ്, അല്ലെങ്കിൽ ഫോം ഉണ്ടാക്കുന്ന കോഡ്, അല്ലെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഇത് തന്നെയാണ്. ഈ 3-ൽ ഏതെങ്കിലും ഒരു കോഡ് ചോദിക്കും. അതിൽ ഏറ്റവും കൂടുതൽ കോഡ് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് ടേബിൾ ക്രിയേഷൻ ആണ്. ഓക്കെ, ടേബിൾ ക്രിയേഷന്റെ കോഡാണ്. അപ്പോൾ നമുക്ക് 1-2 സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ നോക്കാം. പിന്നെ ഫോമിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന കുറച്ച് ടാഗുകളാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇതുപോലത്തെ ലിസ്റ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയാലോ, സിമ്പിൾ ആണ്. ഓർഡർ ലിസ്റ്റ് ആകുമ്പോൾ ഇങ്ങനെയാണ്, OL ഉപയോഗിക്കുക, അതിൻ്റെ ഉള്ളിൽ LI വെച്ചിട്ട് ഓരോരോ ഐറ്റംസ് അങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള ലിസ്റ്റ് സെറ്റ് ആയിട്ട് വരും. എന്നാൽ അത് ABC എന്നുള്ള രീതിയിലുള്ള നമ്പറിങ് ആക്കണമെങ്കിൽ OL ടൈപ്പ് = A എന്നാക്കണം, എന്നാലേ ABC എന്ന് പറഞ്ഞു വരുള്ളൂ. ഐറ്റംസ് ഇങ്ങനെ കൊടുത്താൽ മതി. ഇനിയിപ്പം ആ നമ്പറിങ് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തരും, അവർ CDയിൽ തുടങ്ങണം, Cയിൽ തുടങ്ങണം. അപ്പോൾ ടൈപ്പ് = A, സ്റ്റാർട്ട് = 3 എന്ന് കൊടുക്കണം, എന്നാലേ അത് 3ാമത്തെ വാല്യൂ വെച്ച് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഐറ്റംസ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കൊടുത്താൽ മതി. ഇനിയിപ്പം 5, 6, 7 എന്നാവണമെങ്കിൽ OL ജസ്റ്റ് സ്റ്റാർട്ടാണ് T. ഓക്കെ, സ്റ്റാർട്ട് = 5 എന്ന് കൊടുത്താൽ തന്നെ, കാരണം സ്റ്റാർട്ട് = 5 സാധാ നോർമൽ നമ്പറിങ്, ഇവിടെ നമ്മളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നോർമൽ നമ്പറിങ് 1, 2, 3 വരും. അപ്പോൾ ഇവിടെ ടൈപ്പ് പറയണമെന്നില്ല, ടൈപ്പ് പറഞ്ഞിട്ടില്ലെങ്കിൽ നോർമൽ നമ്പറിങ് 1, 2, 3 ആണ്. സ്റ്റാർട്ട് = 5 കൊടുത്താൽ 5-ൽ തുടങ്ങും. ഓക്കെ, ഐറ്റംസ് ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുക, OL ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണ് അൺഓർഡർ ലിസ്റ്റിൽ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വന്നാലോ ജസ്റ്റ് ULന്റെ ഉള്ളിൽ ഐറ്റംസ് കൊടുത്താൽ മതി, സംഭവം സെറ്റാണ്. ഇനി ഇങ്ങനെ സ്ക്വയർ ടൈപ്പ് ബുള്ളറ്റ് ആക്കണമെങ്കിൽ ULൽ ടൈപ്പ് = സ്ക്വയർ എന്നാക്കുക, ഐറ്റംസ് കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പം സർക്കിൾ ടൈപ്പ് ബുള്ളറ്റ് വരണമെങ്കിൽ UL ടൈപ്പ് = സർക്കിൾ എന്നാക്കുക. ഇവിടെ പിന്നെ UL ടാഗിന് ടൈപ്പ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലുമൊക്കെ ലിസ്റ്റ് തരാം, എന്നിട്ട് അതിന്റെ കോഡ് എഴുതാൻ പറയാം. ഓക്കെ, എന്നാൽ ഡെഫിനിഷൻ ലിസ്റ്റും ഉണ്ടല്ലോ, ഡെഫിനിഷൻ ലിസ്റ്റും ചിലപ്പോൾ ചോദിക്കാം. സ്പാം, ഫിഷിംഗ്, ഇങ്ങനെ ഒരു ലിസ്റ്റ് ഒന്ന് എങ്ങനെ ഉണ്ടാക്കുക, ഡെഫിനിഷൻ ലിസ്റ്റ് ഉണ്ടാക്കാൻ DL ടാഗ്, അതിന്റെ ഓരോ ടേംസ്, ഇപ്പൊ സ്പാം എന്ന് പറയുന്ന ഫസ്റ്റ് ടേം അല്ലേ, അത് DTന്റെ ഉള്ളിൽ കൊടുക്കുക. അതിന്റെ ഡെഫിനിഷൻ ഉണ്ടല്ലോ ഇത്, അത് എന്തിൻ്റെ ഉള്ളിൽ കൊടുക്കുക, DDന്റെ ഉള്ളിൽ കൊടുക്കുക ഡെഫിനിഷൻ. അടുത്ത ടേമിലെ ഫിഷിംഗ് എന്തിൻ്റെ ഉള്ളിൽ കൊടുക്കുക, DTന്റെ ഉള്ളിൽ കൊടുക്കുക. അതിന്റെ ഡെഫിനിഷൻ ഉണ്ടാവില്ലേ, അത് എന്തിൽ കൊടുക്കുക, DDയിൽ കൊടുക്കുക. സെറ്റാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഡെഫിനിഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു ലിസ്റ്റ് ആയിരിക്കും, അത് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ലിസ്റ്റ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ലിസ്റ്റ്. അതുപോലെ തന്നെ ടേബിൾ ഉണ്ടാക്കുന്ന കോഡ്, മറ്റൊരു കോഡ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ടേബിൾ ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ ഒരു ടേബിളൊക്കെ എങ്ങനെ ഉണ്ടാക്കുക, ജസ്റ്റ് ടേബിൾ അല്ലെ, ജസ്റ്റ് ബോർഡർ കൊടുക്കുക, ലാസ്റ്റ് ടേബിൾ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇത് ടേബിളിന്റെ ക്ലോസിംഗ് ആണ്. ഇതിനെ നോട്ട് ഡൗൺലോഡ് ചെയ്യാൻ PDF നിങ്ങൾക്ക് അവൈലബിൾ ആക്കാൻ പറ്റും. അതായത് ഈ നോട്ടിന്റെ PDF ഉള്ള ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ഞാൻ ഈ വീഡിയോന്റെ താഴെ എന്ത് ചെയ്യാം,
കൊടുക്കുക. ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് നോട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ റോ ആഡ് ചെയ്യണം. ഫസ്റ്റത്തെ റോ TR അല്ലെ, ആ റോയിൽ എന്തൊക്കെയുണ്ട്? റോൾ നമ്പർ നെയിമും. അപ്പോൾ റോൾ നമ്പർ നെയിം ഈ രണ്ടും ഹെഡിങ്ങുകളല്ലേ, റോൾ നമ്പർ നെയിമും ഹെഡിങ് അല്ലേ, അതുകൊണ്ടാണ് ഞാൻ അതിനെ THന്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് ഫസ്റ്റ് റോ കഴിഞ്ഞു. രണ്ടാമത്തെ റോ അല്ലേ, രണ്ടാമത്തെ റോയിൽ എന്തൊക്കെയാ? രണ്ടാമത്തെ റോ സ്റ്റാർട്ട് ചെയ്യണം. അതിൽ എന്തൊക്കെയാ? 1 ആലിയ, ഇതല്ലേ ഉള്ളത് അല്ലേ. അപ്പോൾ 1 ആലിയ കൊടുക്കണം. എന്തിൻ്റെ ഉള്ളിൽ കൊടുക്കണം? TDന്റെ ഉള്ളിൽ, കാരണം അത് നോർമൽ ഡാറ്റയാണ്. സിമ്പിൾ ആണ്, റോ വൈസ് ആലോചിച്ചാൽ മതി. ടേബിൾ ഉണ്ടാക്കൽ സിമ്പിൾ ആണ്. പിന്നെ ആ റോ കഴിഞ്ഞു. പിന്നെ അടുത്ത റോ TR അല്ലെ, അതിലെന്തൊക്കെയുണ്ട്? 2 അരുൺ എന്ന് പറയുന്ന ഡാറ്റ ഉണ്ട്. അപ്പൊ അത് രണ്ടും കൊടുക്കുക. എന്തിൻ്റെ ഉള്ളിൽ കൊടുക്കണം? TDന്റെ ഉള്ളിൽ, കാരണം അതെന്താണ്? ഡാറ്റയാണ്. ആ റോവും കഴിഞ്ഞു. TR ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞാൽ ലാസ്റ്റ് ടേബിൾ എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യുക. ഇങ്ങനെ സിമ്പിൾ ടേബിൾസ് ഒക്കെ ഇങ്ങനെയാണ്. ശ്രദ്ധിക്കേണ്ടത്, ടേബിളിന് അറ്റ്ലീസ്റ്റ് ഒരു ബോർഡർ എങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ലൈൻ ഒന്നും കാണൂല. അതുകൊണ്ട് ടേബിളിന് ബോർഡർ ഈക്വൽ ടു അറ്റ്ലീസ്റ്റ് 1 എങ്കിലും നിങ്ങൾ കൊടുത്തിരിക്കണം. മറ്റൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ചിലപ്പോൾ നിങ്ങളോട് ഇതുപോലത്തെ ഒരു ഫോമിന്റെ കോഡ് എഴുതാനായിരിക്കും ചോദിക്കുക. അപ്പൊ എങ്ങനെയാ ഫോം ഉണ്ടാക്കുക? ഞാനിവിടെ കംപ്ലീറ്റ് കോഡ് എഴുതുന്നുണ്ട്. പക്ഷെ നമുക്ക് ഫോം എന്ന് പറയുമ്പോൾ ഈ ബോഡിന്റെ ഉള്ളിലുള്ള ഈ ഫോമിന്റെ ഭാഗം മാത്രമേ ശരിക്കും ആവശ്യമുള്ളൂ. ടൈറ്റിലൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ നമുക്ക് ഇതുപോലത്തെ ഒരു ഫോം ഉണ്ടാക്കുന്ന കോഡ് എങ്ങനെയാ നോക്കാം. ആദ്യം ഇത് വരണം, യൂസർ നെയിം. അപ്പൊ ബോഡിയിൽ ഡയറക്റ്റ് അതങ്ങ് കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് അല്ലേ, അതിന് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് കൊടുക്കുക. ജസ്റ്റ് ഇതിനൊരു പേരും കൂടെ കൊടുക്കുക. നെയിം ഈക്വൽ ടു TXT1 എന്ന് പറഞ്ഞിട്ടൊരു പേരും കൂടെ കൊടുക്കുക. ബാക്കി എല്ലാ പരിപാടിയും അടുത്ത ലൈനിലല്ലേ, അതുകൊണ്ട് ഞാൻ ബ്രേക്ക് ചെയ്തു. ഇനി അടുത്ത ലൈനിൽ പാസ്വേഡ് എന്ന് വരണമല്ലോ. യെസ്, അപ്പം പാസ്വേഡ് എന്ന് അടിക്കുക. പാസ്വേഡ് കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റ് ബോക്സ് വരണമല്ലോ. അത് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്നല്ല പാസ്വേഡ്, കാരണം ഇവിടെ അടിക്കുന്ന പാസ്വേഡ് നാട്ടുകാരൊന്നും കാണാൻ പാടില്ല, ആളുകൾ കാണാൻ പാടില്ല. അപ്പൊ അത് സ്റ്റാർ ഇട്ട് മാസ്ക് ചെയ്ത് ഇങ്ങനെ സ്റ്റാർ ആക്കി വരണം എന്നുണ്ടെങ്കിൽ അതിന് ടൈപ്പ് ഈക്വൽ ടു പാസ്വേഡ് തന്നെ കൊടുക്കണം. അപ്പൊ ഇതിനാണ് പാസ്വേഡ് ബോക്സ് എന്ന് പറയുക. ഓക്കെ, പാസ്വേഡ് ബോക്സ്. അതിനുശേഷം നെയിം ഈക്വൽ ടു, അതിന് ജസ്റ്റ് ഒരു പേര് കൊടുത്തു. ഈ ടെക്സ്റ്റ് ബോക്സിന് TXT2 എന്നൊരു പേര് കൊടുത്തു. അതിനുശേഷം ബ്രേക്ക്, കാരണം ബാക്കിയുള്ള പരിപാടിയെല്ലാം അടുത്ത ലൈനിലാണ്. ഇനി നമുക്ക് വേണ്ട ഈ ബട്ടൺ അല്ലേ, സബ്മിറ്റ് ബട്ടൺ. അപ്പോൾ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ്, അതിന്റെ വാല്യൂ ജസ്റ്റ് ഇതിന്റെ മേലെ വരേണ്ട വാല്യൂ എന്താ? സബ്മിറ്റ്. അപ്പോൾ വാല്യൂ കൂടെ സബ്മിറ്റ് കൊടുത്തു. അതേപോലെ തന്നെ ഇനി ഒരു റീസെറ്റ് ബട്ടൺ അല്ലേ, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റീസെറ്റ് എന്ന് പറഞ്ഞാൽ, റീസെറ്റ് ബട്ടൺ എന്ന് പറഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോമിൽ എന്തെങ്കിലും എൻട്രി ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആയിപ്പോൾ. അപ്പോൾ ആ റീസെറ്റ് ബട്ടൺ വാല്യൂ കൂട്ടും കൊടുക്കുക, റീസെറ്റ്. അതിന്റെ മേലെ കാണിക്കേണ്ട വാല്യൂ എന്താണ്? റീസെറ്റ് ആണ്. ഓക്കെ, ഇത്രയും ചെയ്താൽ സെറ്റാണ്. ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. ഇങ്ങനെയാണ് ഫോം ഉണ്ടാക്കുക. മറ്റൊരു ചോദ്യം മക്കളെ, ഫോം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ തന്നെ നോക്കിപ്പോൾ ഫോം ടാഗിന്റെ ഉള്ളിൽ നമ്മളിപ്പോൾ ഇൻപുട്ട് ടാഗ് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ. ഇതുപോലത്തെ എന്തൊക്കെ ടാഗാണ് സാധാരണ ഫോം ടാഗിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ഏതെങ്കിലും 3 എന്നൊക്കെയാണ് ചോദിക്കുക. എന്നാൽ നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കിക്കോ. ഫോം ടാഗിന്റെ ഉള്ളിൽ നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് 4 ടാഗുകളാണ്. ഒന്ന് ഇൻപുട്ട്, നിങ്ങൾക്കറിയാം കുറെ ഫോമിന്റെ ഉള്ളിൽ ടെക്സ്റ്റ് ബോക്സും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാനാണ്. എന്നാൽ കുറച്ചും കൂടെ വലിയ ടെക്സ്റ്റ് ബോക്സ് ഒക്കെ ഉണ്ടാക്കാൻ ടെക്സ്റ്റ് ഏരിയ. ഇതിപ്പോൾ അഡ്രസ് ഒക്കെ എൻ്റർ ചെയ്യണമെങ്കിൽ അഡ്രസ് ഒക്കെ എൻ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടാഗാണ് ടെക്സ്റ്റ് ഏരിയ. ടെക്സ്റ്റ് ഏരിയ ഉപയോഗിക്കും. അതുപോലെ തന്നെ സെലക്ട് എന്തിനാ ഉപയോഗിക്കുന്നത്? ഫോമിൻ്റെ ഉള്ളിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. ഇപ്പം കൺട്രി ഒക്കെ സെലക്ട് ചെയ്യൂലേ, ഇന്ത്യ, ഓസ്ട്രേലിയ എന്നെല്ലാം പറഞ്ഞ് കൺട്രി സെലക്ട് ചെയ്യുന്ന സംഭവങ്ങളുണ്ടല്ലോ, സെലക്ട്. ഓക്കെ, കൺട്രി സെലക്ട് ചെയ്യുന്ന സംഭവങ്ങളെയാണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എന്ന് പറയുക. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടാഗാണ് സെലക്ട്. പിന്നെ ഫീൽഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഫോമിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന മറ്റൊരു സാധനമാണ്. അതായത് പരസ്പരം നമ്മളെ ഫോമിൽ ചിലപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഉണ്ടാവും. അപ്പോൾ ക്വാളിഫിക്കേഷൻ അങ്ങനെ കുറേ കാര്യങ്ങൾ, റിലേറ്റഡ് സാധനങ്ങൾ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫീൽഡ് സെറ്റ്. അപ്പോൾ മെയിനായിട്ട് ഈ 4 ടാഗുകളാണ് ഫോമിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. ആൻഡ് ഇതിൽ തന്നെ സെലക്റ്റിന്റെ ഉള്ളിൽ നമ്മൾ ഓപ്ഷൻ എന്ന് പറയുന്ന ടാഗ് കൊടുക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ ഇന്ത്യ, ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ കുറേ ഓപ്ഷൻസ് ഉണ്ടാവില്ലേ, ആ ഓപ്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷൻ ടാഗ്. അതുപോലെ തന്നെ ഫീൽഡ് സെറ്റിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ഒരു ടാഗാണ് ലെജൻഡ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഗ്രൂപ്പ് ചെയ്യാനാണല്ലോ ഫീൽഡ് സെറ്റ്. അപ്പോൾ ആ ഗ്രൂപ്പ് ചെയ്ത ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിന് നൈസായിട്ട് ഒരു ക്യാപ്ഷൻ കൊടുക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ലെജൻഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 4 ടാഗുകൾ സാധാരണ ഫോമിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പഠിക്കുക. കാരണം ഇത് പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഫോമിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ടാഗുകൾ ഏതൊക്കെയാണ്. ഓക്കെ, യെസ്. അതേപോലെ തന്നെ 6ാമത്തെ ചാപ്റ്ററിലേക്ക് വന്നാൽ ഇവിടെ നമുക്ക് ഈ 3 ടോപ്പിക്സ് എന്നാണ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇത് തന്നെയാണ്, ഡാറ്റ ടൈപ്സ്. ഡാറ്റ ടൈപ്സ് കറക്റ്റ് പഠിക്കുക. നമ്പർ, സ്ട്രിങ്, ബൂളിയൻ ആണ്. ഇതിന്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയാൻ കുറേ ഡാറ്റാസ് ഇങ്ങനെ തന്നിട്ട് ഇവർ ചോദിക്കും, ഇത് ഏത് ഡാറ്റ ടൈപ്പാണ്? നമ്പർ ആണോ, സ്ട്രിങ് ആണോ, ബൂളിയൻ ആണോ? സിമ്പിൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക. എല്ലാ നമ്പേഴ്സും, ഏത് നമ്പർ കണ്ടാലും നിങ്ങൾ നമ്പർ ഡാറ്റ ടൈപ്പ് എന്ന് പറയണം. ഡബിൾ കോട്ട്സിൽ എന്ത് കണ്ടാലും അത് സ്ട്രിങ് ആയിരിക്കും.
ബൂളിയൻ എന്ന് പറയുമ്പോൾ അതിൽ ട്രൂ ഫോൾസ്, അതായത് ഇപ്പം ഞാൻ വെറുതെ ട്രൂ എന്ന് പറയുന്ന ഡാറ്റ ഉണ്ടെങ്കിൽ അതെന്താണ്, അത് ബൂളിയൻ ആണ്. എന്നാൽ ശ്രദ്ധിക്കുക, ഡബിൾ കോട്ട്സിലാണ് ട്രൂ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതെന്തായി പോയി, സ്ട്രിങ് ആയി പോയി. ഓക്കെ, ഈ രീതിയിൽ ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ ഡാറ്റ ടൈപ്പുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വാരിയബിൾസുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ് വാരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡ് ഏതാണെന്നുള്ളത് പലതവണ ചോദിച്ചിട്ടുണ്ട്. വാർ കീവേഡ് ആണ്. ഇനി ഇതിന്റെ എക്സാമ്പിളും സിൻടാക്സും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. വാർ എക്സ് എന്ന് എഴുതിയാൽ ഇതിന്റെ എക്സാമ്പിൾ ആയി. എക്സ് എന്ന് പറയുന്ന ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഇത് ഇതിന്റെ എക്സാമ്പിൾ ആയി. എക്സാമ്പിൾ എന്നാൽ ഇതിന്റെ ഒരു സിൻടാക്സും കൂടെ പഠിച്ചു വെച്ചോ. പരീക്ഷയ്ക്ക് അതും ചോദിക്കാറുണ്ട്. വാർ കീവേഡ് ഉപയോഗിച്ച് വാരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന ഇതിന്റെ സിൻടാക്സ് വാർ എന്ന് എഴുതണം. വാർ എന്ന് കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ട് വാരിയബിളിന്റെ പേര്, ഇതാണ് അതിന്റെ സിൻടാക്സ് വരിക. വാരിയബിൾ നെയിം, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, വാരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, ജാവാസ്ക്രിപ്റ്റിൽ. ഇനി അടുത്തത് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ മക്കളെ സ്ഥിരം ചോദിക്കുന്ന ആണ്. കുറേ സിറ്റുവേഷൻ തന്നിട്ട് അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫംഗ്ഷൻ ഏതാണെന്ന് ഇവർ ചോദിക്കാറുണ്ട്. ഒരു വാർണിംഗ് മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏത് ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുക, വാർണിംഗ് മെസ്സേജ് കൊടുക്കാൻ വേണ്ടി അലേർട്ട്. കാരണം അലേർട്ട് കൊടുത്താലേ ആളുകൾ കാണുള്ളൂ. ഓക്കെ ബട്ടണിൽ വരുന്നതിനല്ലേ അലേർട്ട് എന്ന് പറയാം. അപ്പോൾ അലേർട്ട് ആണ് വാർണിംഗ് മെസ്സേജ്. പർട്ടിക്കുലർ പൊസിഷനിലുള്ള ക്യാരക്ടറിന് ഏതാണ് ഫംഗ്ഷൻ, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ക്യാർ അറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് ക്യാരറ്റ്. ഓക്കെ, ക്യാരറ്റ് എന്ന് എഴുതുമ്പോൾ ഈ എ എന്താവണം, ക്യാപിറ്റൽ ലെറ്റർ ആവണം കേട്ടോ. എ ക്യാപിറ്റൽ ലെറ്റർ ആവണം, അങ്ങനെ തന്നെ കൊടുക്കണം. ടു അപ്പർ കേസ് നിന്ന് ലോവർ കേസിലേക്ക് മാറ്റാൻ ഏതായിരുന്നു ഫംഗ്ഷൻ, യെസ് ടു ലോവർ കേസ് അല്ലെ. അതുപോലെ തന്നെ ടു ചെക്ക് വെദർ ഡാറ്റ സ്റ്റോർഡ് ഇൻ എ വാരിയബിൾ ഈസ് എ നമ്പർ ഓർ നോട്ട്, നമ്പർ ആണോ അല്ലയോ ചെക്ക് ചെയ്യാൻ ഈസ് നാൻ അല്ലേ. ഈസ് നാനിന്റെ ഈ എന്നും ക്യാപിറ്റൽ ആണ് കേട്ടോ. ഈസ് നാൻ ഇങ്ങനെ തന്നെ എഴുതണം. ഈ എന്നും ക്യാപിറ്റൽ ആണ്. അതേപോലെ തന്നെ ഹലോ എന്ന് പറയുന്ന സാധനത്തിന് ഇങ്ങനെ ആക്കാൻ എന്ന് പറഞ്ഞാൽ ഫുൾ ക്യാപിറ്റൽ ആക്കാൻ എന്തുണ്ട്, ടു അപ്പർ കേസ് ഫംഗ്ഷൻ ഉണ്ട്. ഇത്രയാണ് ജാവാസ്ക്രിപ്റ്റിലെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്. ഇങ്ങനെ തന്നെ ചോദിക്കണമെന്നില്ല. സിറ്റുവേഷനിൽ ഏത് ഉപയോഗിക്കും അങ്ങനെയൊന്നും ചോദിക്കണമെന്നില്ല. ചിലപ്പോൾ ഡയറക്റ്റ് ഒരു ചോദ്യവും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യുക. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്നൊരു ചോദ്യം ഷുവർ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. സെക്ഷൻ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അപ്പോൾ അലേർട്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഓക്കെ ബട്ടണിൽ അല്ലെ ഒരു അലേർട്ട് മെസ്സേജ് കൊടുക്കാനാണ്. ഈ സ്നാൻ എന്ന് പറഞ്ഞാൽ നോട്ട് എ നമ്പർ ആണോ ചെക്ക് ചെയ്യാനാണ്. ടു അപ്പർ കേസ് ആണ് അപ്പർ കേസിലേക്ക് മാറ്റാനാണ്. ടു ലോവർ കേസ് ആണ് ലോവർ കേസിലേക്ക് ക്യാരക്ടറിനെ കൺവേർട്ട് ചെയ്യാനാണ് അല്ലെ. ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ പൊസിഷനിലുള്ള ക്യാരക്ടർ ഏതാണെന്ന് ഫൈൻഡ് ചെയ്യാനാണ്. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടുന്ന് വരുന്നത്. ഇനിയിപ്പോൾ 7ാമത്തെ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ഹോസ്റ്റിങ്ങിന്റെ ടൈപ്സ് അല്ലെ. ഹോസ്റ്റിങ്ങിന്റെ ടൈപ്സ് ആണ് ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത്. 3 ടൈപ്സ് ഉണ്ട് എന്ന് നമുക്കറിയാം. അതിന്റെ എക്സ്പ്ലനേഷൻ. ഷെയർഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വെബ്സൈറ്റുകൾ സിംഗിൾ സെർവറിൽ ഹോസ്റ്റ് ചെയ്യുക. ഡെഡിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു സെർവറിൽ ഒരു വെബ്സൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. VPS എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഫിസിക്കൽ സെർവറിനെ വിർച്വലി കുറേ ആയിട്ട് എന്ത് ചെയ്യും, കുറേ സെർവേഴ്സ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യും. അതിനുശേഷം ഓരോന്നിലും സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് നടത്തുക. അതിന്റെ ഫീച്ചേഴ്സും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ഷെയർഡ് ആണെങ്കിൽ റാമും CPU ഒക്കെ ഷെയർ ചെയ്യാം. ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ കൂടുതൽ വിസിറ്റേഴ്സ് വേണ്ടതിനാണ് നമ്മൾ ഡെഡിക്കേറ്റഡ് ഉപയോഗിക്കുക. ഈ രീതിയിലുള്ള കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കുക. 3 മാർക്കിനാണ് സാധാരണ ഇതെന്ത് ചെയ്യാറുള്ളത്, ചോദിക്കാറുള്ളത്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. പിന്നെ നമുക്ക് ഫ്രീ ഹോസ്റ്റിങ്ങിനെ പറ്റി ചോദിക്കാം. അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആണ് പഠിക്കേണ്ടത്. ഫ്രീ ഹോസ്റ്റിങ്ങിന്റെ മെറിറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രീ ആണെന്നുള്ളതാണ്. ആൻഡ് ഇത് ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ സർവീസും കൂടെ തരുന്നുള്ളതാണ് മറ്റൊരു കാര്യം. ആൻഡ് ഡിമെറിറ്റ് എന്താണ്, അഡ്വർടൈസ്മെന്റ് ഒക്കെ വെറുതെ നമ്മൾ ഫ്രീ ഹോസ്റ്റ് ചെയ്താൽ നമ്മളെ വെബ്സൈറ്റ് വെറുതെ വേണ്ടാത്ത അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ വരും. അതുപോലെ തന്നെ നമ്മളെ ഫയൽസിന്റെ മേലെ ചിലപ്പോൾ നമുക്ക് ഫ്രീ ഹോസ്റ്റിംഗ് തരുന്ന സർവീസ് പ്രൊവൈഡർ ഉണ്ടാവില്ലേ, ചിലപ്പോൾ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ വെക്കും. അതായത് വലിയ ഫയൽസ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, വീഡിയോ ഫയൽസ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, ഇത്ര സൈസ് ഉള്ളതേ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ റെസ്ട്രിക്ഷൻസ് വെക്കും. ഇതൊക്കെയാണ് ഡീമെറിറ്റ്സ്. ഇതൊന്ന് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊരു ചോദ്യം മക്കളെ CMS ആണ്. CMSന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ CMS എന്താ, ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിൽ. അതായത് നമുക്കിപ്പം പ്രത്യേകിച്ച് ഒരു ടെക്നിക്കൽ നോളജ് ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് വരെ വളരെ എളുപ്പത്തിൽ വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനും അഡ്മിനിസ്റ്റർ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന വെബ് ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ സിസ്റ്റം. അതായത് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, CMS എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. വേർഡ് പ്രസ്, ട്രൂപാൽ, ജൂംല. ഇപ്രാവശ്യത്തെ മോഡൽ എക്സാമിനും കുറേ സംഭവങ്ങൾ തന്നിട്ട് ഇതിൽ CMS അല്ലാത്തത് ഏതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ CMS എക്സാമ്പിൾസ് എന്ത് ചെയ്ത് വെക്കുക, കറക്റ്റ് പഠിച്ചു വെക്കുക. 8ാമത്തെ ചാപ്റ്റർ ഇത്രയുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ള ടോപ്പിക്സ്. DBMSന്റെ ഫുൾ ഫോം ഒക്കെ ചോദിച്ചിട്ടുണ്ട്. DBMSന്റെ ഫുൾ ഫോം ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്കും ചോദിച്ചാണ്, മോഡലിനും ചോദിച്ചാണ്. സോഫ്റ്റ്വെയർ ദാറ്റ് ആക്സസ് ആൻഡ് മാനേജ് അല്ലെ. ഡാറ്റ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ആക്സസ് ചെയ്യാനും മാനേജ് ചെയ്യാനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് DBMS എന്നുള്ളത് നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതിന്റെ അഡ്വാൻറ്റേജ് ആണ്. മക്കളെ DBMSന്റെ അഡ്വാൻറ്റേജ് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്ത് വെക്കുക, പഠിച്ചു വെക്കുക. റിഡൻഡൻസി ഇല്ല എന്ന് പറഞ്ഞാൽ ഡാറ്റന്റെ ഡ്യൂപ്ലിക്കേഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഡാറ്റ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിരിക്കും.
അല്ലേ? അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ട് എപ്പോൾ വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാനും ആക്സസ് ചെയ്യാനും പറ്റും. ഇൻ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ഡാറ്റ മൊത്തത്തിൽ ഓവറോൾ ആയിട്ട് നോക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അൺഓതറൈസ്ഡ് ആയിട്ട് ആരും നമ്മളെ ഡാറ്റ ആക്സസ് ചെയ്യുന്നില്ല, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ക്രാഷ് റിക്കവറി, എന്തെങ്കിലും ഫെയിലിയർ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. പിന്നെ നമുക്ക് DBMS യൂസേഴ്സ് ഇപ്രാവശ്യത്തെ മോഡലിനും ചോദിച്ചതാണ്. ക്ലാസിഫിക്കേഷൻ പഠിച്ചു വെക്കുക മക്കളെ. DBMSൽ 4 യൂസേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, ഡാറ്റാബേസിനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ്. അപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്, പ്രോഗ്രാമുകൾ എഴുതുന്ന ആളുകളാണ്, അല്ലെ? സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ്, അത്യാവശ്യം ടെക്നിക്കൽ നോളജ് ഉള്ള, അതായത് SQL പോലത്തെ കൊറി ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് ഡാറ്റാബേസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആളുകളാണ്. നേവ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി എഴുതിയിട്ടുള്ള അപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ജസ്റ്റ് യൂസ് ചെയ്യുക. അപ്പോൾ അപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ജസ്റ്റ് യൂസ് ചെയ്തിട്ട് ഡാറ്റാബേസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആളുകളാണ് നേവ് യൂസേഴ്സ്. കറക്റ്റ് പഠിച്ചു വെക്കുക കേട്ടോ. ജസ്റ്റ് അധികം ഇത് ലിസ്റ്റ് ചെയ്യാനൊക്കെയാണ് ചോദിക്കുക, എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സാധ്യത കുറവാണ്, ലിസ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇതിന്റെ പേരുകളെങ്കിലും പഠിച്ചു വെക്കുക. നിങ്ങൾ ഒന്നും പഠിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതിന്റെ പേരുകളെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് ഇൻ റിലേഷണൽ ആൾജിബ്ര മക്കളെ പഠിച്ചു വെച്ചോ. സെലക്ട്, പ്രൊജക്ട്, യൂണിയൻ, ഇന്റർസെക്ഷൻ, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, സെറ്റ്, ഡിഫറൻസ്. ഇതിൽ പഠിക്കേണ്ടത് ഇത്രയും ഓപ്പറേഷൻസ് പഠിക്കുന്നുണ്ട്. ഇതിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഇത് രണ്ട് യൂണറി ആണ് എന്ന് പറഞ്ഞാൽ ഒറ്റ ടേബിളിന്റെ മേലെ അപ്ലൈ ചെയ്യുക. ബാക്കിയുള്ള 4 ബൈനറി ആണ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ 2 ടേബിളിന്റെ മേലെയാണ് അപ്ലൈ ചെയ്യുക. പരീക്ഷ കൂടുന്ന ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇപ്പൊ ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവരൊരു ടേബിൾ തന്നിട്ട് ഇതുപോലത്തെ എന്തെങ്കിലും ഓപ്പറേഷൻ പറയും, എന്നിട്ട് അതിന്റെ റിസൾട്ട് എന്താന്ന് ചോദിക്കും. അതായത് നമ്മളടുത്ത് ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ട് വിചാരിക്കുക, സ്റ്റുഡന്റ് ടേബിൾ ആണ്. സിഗ്മ റിസൾട്ട് ഈക്വൽ ടു EHS ഫ്രം സ്റ്റുഡന്റ്, ഇങ്ങനെ കൊടുത്താൽ എന്താണ് റിസൾട്ട്, അത് നമ്മൾ ഇതുപോലെ വരച്ച് കാണിക്കേണ്ടി വരും. അപ്പൊ ഇതിൽ റിസൾട്ട് EHS ആയവരെ മാത്രം സെലക്ട് ചെയ്യും. അപ്പൊ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറെ റോ ഉണ്ടെങ്കിൽ അതില് ഈ കണ്ടീഷൻ ഉണ്ടല്ലോ, ഇതിനാണ് നമ്മൾ കണ്ടീഷൻ എന്ന് പറയാം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റോസ് സെലക്ട് ചെയ്യാനല്ലേ നമ്മൾ സെലക്ട് ഓപ്പറേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ 2 റോസ് സെലക്ട് ചെയ്യും. ഓക്കെ, ഇതാണ് സെലക്ട് ഓപ്പറേഷൻ. കണ്ടോ, EHS ആയാലും മാത്രം സെലക്ട് ചെയ്ത് കാണിക്കും. എന്നാൽ പ്രൊജക്ട് ഓപ്പറേഷൻ എന്താ, നിങ്ങൾ നോക്ക്, ഇവിടെ ഇത്രയും കോളംസ് ഇല്ലേ, 2, 3, 4, 5 കോളംസ് ഇല്ലേ. എന്നാൽ ഞാൻ കൊടുക്കുകയാണ് പൈ ആണ് പ്രൊജക്ടിന്റെ സിമ്പൽ. അതും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഓരോന്നിന്റെ സിമ്പിൾസ് ചോദിക്കാറുണ്ട്. പൈ, നെയിം, മാർക്സ്, റിസൾട്ട് എന്ന് പറഞ്ഞാൽ നെയിമും മാർക്കും റിസൾട്ടും മാത്രം എടുത്ത് പ്രൊജക്ട് ചെയ്യും ഫ്രം സ്റ്റുഡന്റ്. ഇതാണ് പ്രൊജക്ട്. അപ്പോൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കോളംസ് സെലക്ട് ചെയ്യാനാണ് ആക്ച്വലി എന്ത്, പ്രൊജക്ട്. ഓക്കെ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് അധികം ഇപ്പൊ ആയിട്ട് ചോദിക്കുന്നത്. ടേബിൾ തന്നിട്ട് ആൻസർ ആണ് ചോദിക്കുന്നത്. പിന്നെ യൂണിയൻ, ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ട്, ഇത് ആർട്സ് ടേബിൾ, ഇതെന്താ, ഇത് സ്പോർട്സ് ടേബിൾ. അങ്ങനെയാണെങ്കിൽ ആർട്സ് യൂണിയൻ സ്പോർട്സ് എന്താ, ഇങ്ങനെയൊക്കെയാ ചോദിക്കാം. അപ്പൊ ആർട്സ് യൂണിയൻ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ആർട്സിലുള്ള ആളാണ് എഴുതിക്കോ, ഒന്നുമില്ല. അപ്പൊ സച്ചിൻ വന്ന്, ഫാത്തിമ വന്ന്, വിവേക് വന്നു. ഇനി സ്പോർട്സ് പറഞ്ഞാൽ ഇനി സ്പോർട്സിലുള്ള ആൾ എഴുതിക്കോ. അപ്പൊ രാഹുൽ വേണം. ഓക്കെ, രാഹുൽ എഴുതി. ഫാത്തിമ വീണ്ടും എഴുതണ്ട, കാരണം ഫാത്തിമ ഓൾറെഡി ഇവിടെ ഉണ്ട്, അപ്പോൾ എഴുതണ്ട. ആൻഡ് അതേപോലെ തന്നെ നെൽസൺ. ഓക്കെ, ഇതാണ് ആർട്സ് യൂണിയൻ സ്പോർട്സ്. അങ്ങനെയാണ് ഇന്റർസെക്ഷന്റെ റിസൾട്ട് എന്താന്ന് ചോദിക്കും. ഓക്കെ, അപ്പൊ ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന മാത്രം ഈ 2 ടേബിളിലും വരുന്ന ഒരൊറ്റ ആളല്ലേ ഉള്ളൂ, അത് നമ്മളെ ഫാത്തിമയല്ലേ. അപ്പൊ ഫാത്തിമ മാത്രമേ ആർട്സ് ഇന്റർസെക്ഷൻ സ്പോർട്സിൽ ഉണ്ടാവുള്ളൂ. എന്നാൽ ഇതും ചോദിച്ചിട്ടുണ്ട്, മൈനസ് ചെയ്താൽ എന്താ. ആർട്സ് മൈനസ് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ആർട്സ് നിന്ന് സ്പോർട്സിലുള്ളവരെ മൈനസ് ചെയ്യാം. ആർട്സിൽ 3 ആളല്ലേ ഉള്ളത്, ഇതിൽ നിന്ന് സ്പോർട്സിലുള്ള ആളെ മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ ആരെയാ മൈനസ് ചെയ്യേണ്ടത്, ഫാത്തിമ. കാരണം ഫാത്തിമ സ്പോർട്സിലുണ്ട്. ഫാത്തിമനെ മൈനസ് ചെയ്താൽ സച്ചിനും വിവേകം ഉണ്ടാവും, അതാണ് ഇവിടെ. അങ്ങനെയാണ് സ്പോർട്സ് മൈനസ് ആർട്സ് വേറെ ആയിരിക്കും. സ്പോർട്സ് നിന്ന് ആർട്സിലുള്ളവർ ഒഴിവാക്കണം, അല്ലെ? സ്പോർട്സിൽ ഇവർ 3 ആളല്ലേ ഉള്ളത്, ഇതിൽ നിന്ന് ആർട്സിലുള്ളവർ ഒഴിവാക്കാന്ന് പറഞ്ഞാൽ ആർട്സിലുണ്ടല്ലോ ഇയാളല്ലേ പ്രശ്നം, ഇയാള് ആർട്സിലുണ്ടല്ലോ ഫാത്തിമ. അപ്പൊ ഫാത്തിമനെ ഒഴിവാക്കിയാൽ ബാക്കിയുള്ള 2 ആൾ വരും. റെഡി അല്ലേ? ഇതാണ് സ്പോർട്സ് മൈനസ് ആർട്സ്. ഇതുപോലെയുള്ള ടേബിൾ ബേസ് ചെയ്തിട്ടാണ് ഇപ്പം കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഇപ്പൊ അങ്ങനെ ചോദിക്കാറില്ല, എന്നാലും നോക്കി വെക്കുക. സ്റ്റുഡന്റ്, ടീച്ചർ 2 ടേബിൾ ഉണ്ടെങ്കിൽ ക്രോസ് ചെയ്യലാണ്, അല്ലെ? ഇത് ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്ന മൾട്ടിപ്ലിക്കേഷൻ ആണ്, അല്ലെ? ഞാൻ വരച്ചതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അതായത് എങ്ങനെയാണ് ഇത് വരിക, ആദ്യം ഇതെങ്ങനെ നമ്മൾ ക്രോസ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക എങ്ങനെയാണ് ക്രോസ് ചെയ്യുന്നത് എന്നുള്ളത്. ആദ്യത്തെ കുട്ടി അക്ഷയ്ന് എന്ത് ചെയ്യുക, 2 ടീച്ചേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അക്ഷയ്, ആദ്യം പവിത്രൻ സാർ, അക്ഷയ്, പ്രിയ, അല്ലെ? സ്റ്റുഡന്റ് ക്രോസ് ടീച്ചർ ചെയ്താലുള്ള റിസൾട്ടാണ് പറയുന്നത്. അതുതന്നെ ജെയിൻ, രണ്ടാമത്തെ കുട്ടി ആരാ, ജെയിൻ എന്ത് ചെയ്യുക, ആദ്യം പവിത്രൻ പിന്നെ പ്രിയ, 2 ടീച്ചേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക. ജെയിനെ പവിത്രൻ, ജെയിനെ പ്രിയ, അല്ലെ? അങ്ങനെയാണ് അടുത്ത വിജയ് ആണ്. വിജയിനെ എന്ത് ചെയ്യുക, 2 ആളുമായിട്ട് കണക്ട് ചെയ്യുക. വിജയ്, പവിത്രൻ സാറ്, വിജയ്, പ്രിയ. ഓക്കെ, അപ്പൊ വിജയ്, പവിത്രൻ, വിജയ്, പ്രിയ. ഇതാണ് എന്ത്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കേട്ടോ. ഇതുപോലെ ടേബിൾ വന്നിട്ട് ഇങ്ങനെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ചെയ്താൽ എന്താണ് റിസൾട്ട്, എങ്ങനെ ഉണ്ടാവുക എന്നൊക്കെ വരച്ചിട്ടാണ് ചോദിക്കുന്നത് ഇപ്പൊ കൂടുതലായിട്ടും. ഇനിയിപ്പോ 9ാമത്തെ ചാപ്റ്റർ കോമ്പണൻസ് ഓഫ് SQL ഇമ്പോർട്ടന്റ് ആണ്. കോമ്പണൻസ് ഓഫ് SQL എന്ന് പറയുമ്പോൾ DDL-ഉം DML-ഉം DCL-ഉം ഇതിന്റെ ഡെഫിനേഷൻ പഠിക്കണം. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതാണ്. DDL കമാൻഡ്സ് ഏതൊക്കെ,
DML കമാൻഡ്സ് ഏതൊക്കെ, DCL കമാൻഡ്സ് ഏതൊക്കെ, ഇതാണ് ചോദ്യം വരിക. കുറച്ച് കമാൻഡ്സ് വന്നിട്ട് ചോദിക്കും ഇതിലേതാ മക്കളെ DML, അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഓരോന്നും കറക്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. DDL എന്ന് പറഞ്ഞാൽ എന്താ, അതായത് നമ്മുടെ ടേബിളിന്റെ സ്കീമ അല്ലെങ്കിൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡ്സ് ആണ് DDL കമാൻഡ്സ്. എന്നാൽ DML എന്ന് പറഞ്ഞാൽ ഓൾറെഡി സ്ട്രക്ചർ ഉണ്ട്, സ്ട്രക്ചറിന് മേലെ കളിക്കാനല്ല, നമ്മുടെ ടേബിളിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുക, ആ ഡാറ്റ റിട്രീവ് ചെയ്യുക, ആ ഡാറ്റ ഡിലീറ്റ് ചെയ്യുക, ആ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കമാൻഡ്സ് ആണ് DML കമാൻഡ്സ്. DCL എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസിലേക്ക് ആര് ആക്സസ് ചെയ്യണം അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് ഗ്രാൻഡും റീവോക്കും ആണ് 2 കമാൻഡ്സ് വരുന്നത്. ഓക്കെ, ഇനി ഡാറ്റ ടൈപ്സ് ഏതാ SQLിലുള്ള, അതും ഇമ്പോർട്ടൻ്റ് ആണ്. SQLിലുള്ള ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ന്യൂമറിക്, സ്ട്രിങ്, ഡേറ്റ് ആൻഡ് ടൈം. ഓക്കെ, ഇത് കറക്റ്റ് പഠിച്ചു വെക്കുക കേട്ടോ. ഇതിൽ ന്യൂമറിക്കിൽ 2 ഉണ്ട്. ഇൻറ്റീജർ ആണെങ്കിൽ ഇൻറ്റും, DEC ആണെങ്കിൽ ഡെസിമൽ ആണ്, പോയിന്റ് ഉള്ള വാല്യൂ ആണ് DEC. ആൻഡ് സ്ട്രിങ്, ഇതുപോലത്തെ സ്ട്രിങ്ങുകൾ കൊടുക്കാൻ SQLിൽ 2 ഡാറ്റ ടൈപ്സ് ക്യാറും മാർക്കാറാണ്. ഡേറ്റും ടൈമും കൊടുക്കാൻ ഡേറ്റ് കൊടുക്കാൻ ഡേറ്റും, ടൈം കൊടുക്കാൻ ടൈം ഉണ്ട്. ഓക്കെ, പിന്നെ അടുത്ത വരുന്ന കൺസ്ട്രെയിന്റ് ആണ്. കൺസ്ട്രെയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിക്കുക. അതിന് 4 കൺസ്ട്രെയിൻസും പരീക്ഷയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഡാറ്റേന്റെ മേലെ അപ്ലൈ ചെയ്യുന്ന കുറെ റൂൾസിനെയാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയാ. നമുക്ക് ബേസിക്കലി ഒരു 5 കൺസ്ട്രെയിൻസ് ആണ് വരുന്നത് കേട്ടോ. 5 കൺസ്ട്രെയിൻസ് എന്താന്ന് കറക്റ്റ് പഠിക്കുക, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നോട്ട് നൾ എന്ന് പറയുമ്പോൾ നള്ളാവാൻ പാടില്ല, ഒരു കോളം നള്ളാവാൻ പാടില്ല. ആ കൺസ്ട്രെയിൻസിനെയാണ് നോട്ട് നൾ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓട്ടോ ഇൻക്രിമെന്റ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സീരിയൽ നമ്പേഴ്സ് എന്ത് ചെയ്യും, ഇൻക്രിമെന്റ് ചെയ്തിട്ട് പോകുന്ന പരിപാടിയാണ്. അതായത് ഇപ്പോൾ ഏതെങ്കിലും കോളത്തിന് ഇപ്പോൾ അഡ്മിഷൻ നമ്പറിനാണ് ഓട്ടോ ഇൻക്രിമെന്റ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി മേലെയുള്ള സീരിയൽ നമ്പേഴ്സ് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി അതിന് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വാല്യൂസ് ഇൻസെർട്ട് ആയിക്കോളും. യുണീക്ക് എന്ന് പറഞ്ഞാൽ സെയിം വാല്യൂ വരാൻ പാടില്ല, അതായത് റിപ്പീറ്റ് ചെയ്ത് വരാൻ പാടില്ല എന്നതാണ് യുണീക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൈമറിക്ക് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കോളത്തിനെ പ്രൈമറിക്ക് ആക്കി സെറ്റ് ചെയ്യാനാണ്. ഡീഫോൾട്ട് എന്ന് പറയുമ്പോൾ ആ കോളത്തിന് ഡീഫോൾട്ട് ആയിട്ട് ഒരു വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. 10ാമത്തെ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇതൊക്കെയാണ്. ക്വസ്റ്റ്യൻസ് വരുന്ന ഇങ്ങനെ, ഒന്ന് ERP പാക്കേജസ്. മക്കളെ ERP പാക്കേജസ് ഇതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കുക. ഇതിൽ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഓപ്പൺ സോഴ്സ് ERP പാക്കേജ് ഏതാണെന്ന് വെച്ചാൽ, ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയത് ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ എക്സാമ്പിൾ ഒഡു എന്ന് പറയുന്നതാണ്. ഇത് പലതവണ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സാപ്പിൻ്റെ ഒക്കെ ഫുൾ ഫോം ചോദിക്കാം, സിസ്റ്റം അപ്ലിക്കേഷൻസ് ആൻഡ് പ്രോഡക്ട്സ് ആണ്. ഓക്കെ, ഇത് മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സ്, ടാലി, ഒറാക്കിൾ, ഇതൊക്കെയാണ് ERP പാക്കേജസ്. പിന്നെ ERPന്റെ ബെനിഫിറ്റ്സ് ആണ് രണ്ടാമതായിട്ട് ഈ ചാപ്റ്ററിൽ വരുന്നത്. റിസോഴ്സ് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, നല്ല കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ പറ്റും, പിന്നെ ആക്യുറേറ്റ് ഇൻഫർമേഷൻ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഇതൊക്കെയാണ് ERPയുടെ അഡ്വാൻറ്റേജസ്. പിന്നെ നമുക്ക് 3 ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ERP, ഇത് 3ആണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കുറേ ഫങ്ഷണൽ മൊഡ്യൂളുകൾ ഉണ്ട് ERPക്ക്. ഇതിൽ ഏതെങ്കിലും ഒരു 3-4 മൊഡ്യൂൾസ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക, പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. ഇനിയിപ്പോൾ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ഇത്രയും ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. അതായത് ഫസ്റ്റ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസസ്, ഇതാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ 4 സാധനങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസസിൽ SMS എന്ന് പറഞ്ഞാൽ ഷോർട്ട് മെസ്സേജ് സെൻഡ് ചെയ്യുന്ന പരിപാടിയാണ്. MMS എന്ന് പറയുമ്പോൾ അതിൽ മൾട്ടിമീഡിയ ഡാറ്റയും കൂടെ വന്നു കഴിഞ്ഞാൽ അതാണ്. ഇതിൻ്റെയൊക്കെ ഫുൾ ഫോമും ചോദിച്ചിട്ടുണ്ട്. SMSന്റെ ഫുൾ ഫോം ഷോർട്ട് മെസ്സേജ് സർവീസ് ആണ്. MMS മൾട്ടിമീഡിയ മെസ്സേജ് സർവീസ് ആണ്. ഇനിയിപ്പോൾ GPS ആണെങ്കിൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ്. സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള നാവിഗേഷൻ സിസ്റ്റം ആണ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഭൂമിയിലുള്ള ഏത് സ്ഥലത്തെയും ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഉപയോഗിച്ചിട്ട് ജോഗ്രഫിക്കൽ പൊസിഷൻ എന്ത് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാൻ പറ്റും. സ്മാർട്ട് കാർഡ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് അതൊരു കമ്പ്യൂട്ടർ ചിപ്പ് അല്ലെങ്കിൽ മെമ്മറിയാണ്. അത് ഉപയോഗിച്ചിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാനും ട്രാൻസാക്ട് ചെയ്യാനും പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്മാർട്ട് കാർഡിന് എക്സാമ്പിൾ ആണ് ATM കാർഡ്, സിം കാർഡ് അല്ലേ, ഇതൊക്കെ എന്താണ്, സ്മാർട്ട് കാർഡാണ്. ഓക്കെ, ഇതാണ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസസിൽ വരുന്നത്. പിന്നെ ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി റൈറ്റും, ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി റൈറ്റിൽ വരുന്ന ഏതെങ്കിലും 2 കാര്യങ്ങളെ പറ്റി ഷോർട്ട് നോട്ട് ചെയ്താൽ. ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി റൈറ്റ് വളരെ സിമ്പിളാണ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൽ ഇൻഡസ്ട്രിയും കൊമേഴ്സും അഗ്രികൾച്ചർ പ്രോഡക്ട്സുമായിട്ട് ബന്ധപ്പെട്ട റൈറ്റിനെയാണ് ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഈ 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പലതവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി റൈറ്റിൽ വരുന്ന ഫസ്റ്റ് വൺ പാറ്റൻസ് ആണ്. അതായത് ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു ഇൻവെൻഷൻ നടത്തി കണ്ടുപിടുത്തം നടത്തിയാൽ അതിന് കൊടുക്കുന്ന എക്സ്ക്ലൂസീവ് റൈറ്റിനെയാണ് പാറ്റന്റ് എന്ന് പറയുക. പിന്നെ ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇപ്പം കുറേ ട്രേഡ് മാർക്ക് സിമ്പിൾസ് നിങ്ങൾ കാണാറില്ലേ, ഇപ്പോൾ റിലയൻസ്, അമൂല്, SBI എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ ട്രേഡ് മാർക്ക് സിമ്പിൾസ് ഉണ്ടാവില്ലേ. അതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഗുഡ് അല്ലെങ്കിൽ സർവീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിസ്റ്റിങ്റ്റീവ് സൈനെയാണ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്.
ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കൊക്കക്കോളേൻ്റെ ബോട്ടിൽ ഐഫോണിൻ്റെ ഡിസൈൻ പോലെയൊക്കെയാണ് എനിക്ക് എക്സാമ്പിൾ പറയാം. അതായത് അതിൻ്റെ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ ബ്യൂട്ടിഫുള്ളി ആയിട്ടായിരിക്കും എന്തിട്ടുണ്ടാവുക ആ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അതാണ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ നമ്മളെ പാലക്കാടൻ മട്ട റൈസും ആറന്മുള കണ്ണാടിയൊക്കെയാണ്. അതായത് ചില പ്രോഡക്ട്സ് ചില സ്ഥലത്ത് പ്ലേസിലായിരിക്കും ഒറിജിനായിട്ട് ഉണ്ടാവുക. ആൻഡ് ആ ഒറിജിൻ ഉള്ളത് കൊണ്ടുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ ഒക്കെ എന്ത് ചെയ്യും, അത് കാണിക്കും. ആൻഡ് അങ്ങനെയുള്ള പ്രോഡക്ട്സിനെയാണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇത് കറക്റ്റ് പഠിക്കുക. ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി റൈറ്റിൽ ഈ 4 ഉണ്ട്. ഇതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൈബർ ക്രൈം എന്താണ്? സൈബർ ക്രൈംസ് അഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽസ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. സൈബർ ക്രൈം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഒരു ടൂളായിട്ടോ അല്ലെങ്കിൽ ടാർഗറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്ലേസ് ആയിട്ടോ നടത്തുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൈബർ ക്രൈം എന്ന് പറയുന്നത്. സൈബർ ക്രൈംസ് അഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽസ് വരുന്നുണ്ട്. എന്തൊക്കെയാ? ഐഡന്റിറ്റി തെഫ്റ്റ്, ഹറാസ്മെന്റ്, ഇംപേഴ്സണേഷൻ ആൻഡ് ചീറ്റിംഗ്, വയലേഷൻ ഓഫ് പ്രൈവസി, ഡിസമിനേഷൻ ഓഫ് ഓപ്ഷൻസ് മെറ്റീരിയൽ. മക്കളെ പഠിച്ചു വെക്കുക. ഇതിന്റെ എക്സ്പ്ലനേഷൻ അടക്കം പഠിച്ചു വെക്കുക. കാരണം ഇത് 3 മാർക്കിനും ഒക്കെ ചോദിക്കുന്നുണ്ട്. സൈബർ ക്രൈംസ് അഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽ ചോദിക്കുന്നുണ്ട്. എനി ടു എന്നൊക്കെയാണ് ചിലപ്പോൾ ചോദിക്കുക. അതുകൊണ്ട് ഇത് കറക്റ്റ് പഠിക്കുക. ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഐഡന്റിറ്റി, പേഴ്സണൽ ഇൻഫർമേഷൻ ലൈക്ക് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ക്രൈം നടത്തുന്നതാണ്. ഹറാസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ജെൻഡറിനെയോ റിലീജിയനെയോ നാഷണാലിറ്റിനെയോ ഒക്കെ ഫോക്കസ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ചാറ്റ് റൂംസിലോ ഒക്കെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള കമന്റ്സ് പോസ്റ്റ് ചെയ്യുന്നതിനാണ് ഹറാസ്മെന്റ് എന്ന് പറയാം. ഇംപേഴ്സണേഷൻ ആൻഡ് ചീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫേക്ക് അക്കൗണ്ട് എല്ലാം ഉപയോഗിച്ചിട്ട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരെ ചീറ്റ് ചെയ്യുന്നില്ലേ, ആ പരിപാടിയാണ്. വയലേഷൻ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ പ്രൈവസീനെ എഫക്ട് ചെയ്യുന്ന പരിപാടിയാണ്. ആൻഡ് ഓപ്ഷൻസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള പോൺ സൈറ്റ്സ് പോലുള്ള സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ വരുന്ന കാര്യങ്ങളാണ് ഓപ്ഷൻസ് മെറ്റീരിയൽ, ഡിസമിനേഷൻ ഓഫ് ഓപ്ഷൻസ് മെറ്റീരിയലിൽ വരുന്നത്. പിന്നെ സൈബർ ക്രൈംസ് അഗെയിൻസ്റ്റ് ഗവൺമെന്റ് കൂടെ ഉണ്ട്. സൈബർ ടെററിസം എന്ന് പറഞ്ഞാൽ ഇപ്പം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ടെലികോം പോലെയുള്ള എന്താ പറയുക, ഇതിനെതിരെയുള്ള അറ്റാക്കാണ്. വെബ്സൈറ്റ് ഡിഫേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് വെബ്സൈറ്റുകളൊക്കെ ഹാക്ക് ചെയ്തിട്ട് ഗവൺമെന്റിനെ പറ്റിയിട്ടുള്ള ബാഡ് കമന്റ്സ് ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ തന്നെ പോസ്റ്റ് ചെയ്യുന്നതിനാണ് വെബ്സൈറ്റ് ഡിഫേസ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഗവേണൻസ് വെബ്സൈറ്റിന് അഗെയിൻസ്റ്റ് ഉള്ള അറ്റാക്ക് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഇപ്പോൾ ഓൺലൈൻ സർവീസ് ഒക്കെ കിട്ടുന്ന കുറേ വെബ്സൈറ്റുകൾ ഉണ്ടല്ലോ, അതൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന പരിപാടിയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ മക്കളെ ഇത്രയാണ് ഓരോ ചാപ്റ്റേഴ്സിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. ആൻഡ് ഈ ഒരു വീഡിയോന്റെ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ജസ്റ്റ് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ വാട്സപ്പ് ചാനലുണ്ട്. ആ ചാനലിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ വീഡിയോസുമായിട്ട് ബന്ധപ്പെട്ട ഫീഡ്ബാക്സ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അതായത് എന്തെങ്കിലും ബേസ് ചെയ്തിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരമാവധി എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയാണ് ഈ വീഡിയോയിലുള്ളത്. താങ്ക് യു സോ മച്ച്.